എത്ര ഹാപ്പിയായി ഞാൻ ഈ ചാടിത്തുള്ളി പോകുന്നത് എങ്ങോട്ടെന്നല്ലേ. ഞാൻ കോട്ടയത്തേക്ക് പോവാണ്. അവിടെയാണ് എൻ്റെ അച്ഛൻ്റെ തറവാട്. എളംകുളം ചെന്ന് ബസ് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് അവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. ബലൂണൊക്കെ കണ്ട് നൊസ്റ്റു അടിച്ച് കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്നു. ഓടങ്ങ് കഴിഞ്ഞാൽ പിന്നെ തറവാടായി. ഇപ്പം വെള്ളമില്ല, മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. അതുകൊണ്ട് ഷൂ ഇല്ലാതെ തന്നെ കഴിച്ചിലായി കിട്ടി. ഞാനൊരു 4-4.5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ വല്യച്ചാച്ചൻ്റെ 90ാമത്തെ ബർത്ത്ഡേ ആണ്. അതാണ് ആക്ച്വലി വന്നത്. ഇതെൻ്റെ വല്യമ്മച്ചി, ഇതെൻ്റെ വല്യച്ചാച്ചൻ, ഇതൊക്കെ കൊച്ചച്ഛൻ്റെതാണ് കേട്ടോ. കൊച്ചച്ഛൻ നട്ട് നനച്ച് വളർത്തുന്ന ചെടിത്തോട്ടം. കുറേ വെറൈറ്റി ചെടികൾ ഞാൻ അവിടെ കണ്ടു. രാജമ്മ ഉണ്ടാക്കിയ കപ്പപ്പുഴുക്ക് കഴിച്ചു. ശരിക്കും നാളെയാണ് പരിപാടി. അപ്പം മുറ്റത്ത് കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയപ്പം വീണ്ടും കൊച്ചച്ഛൻ്റെ ചെടിത്തോട്ടത്തിലേക്ക് പോയി. കൊച്ചച്ഛൻ കുറേ ചെടികൾ കൂടി കാണിച്ചു തന്നു. രാത്രി ചെടിക്ക് വെള്ളം നനയ്ക്കുമായിരുന്നു കൊച്ചച്ഛൻ. പിന്നെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടർന്നു. എല്ലാവരും ഓരോരോ പരിപാടികളിലാണ്. ഓരോന്നും എവിടെ ഫിറ്റ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഈ ചെടികളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നല്ല നിലാവുള്ളതുകൊണ്ട് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. ഇവനാണ് രാജിയമ്മയുടെ സുന്ദരൻ. പേര് പോലെ തന്നെ സുന്ദരനല്ലേ. അവൻ്റെ കൂട് ഷിഫ്റ്റ് ചെയ്യണം. നീ അതിൻ്റെ ടെൻഷനിലാണോ അവനെന്നറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ബീനാൻ്റെ അതാ വായിലൊക്കെ വെച്ച് കൊടുത്തു. ചാച്ചനും വല്യമ്മച്ചിക്കും. പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റിൻ്റെ ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഫാമിലിയിൽ ഒരുവിധം എല്ലാവരും തന്നെ പങ്കെടുത്തു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ കസിൻസിൻ്റെ മാത്രം കുറച്ച് പ്രോഗ്രാംസ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം.